നമസ്കാരം കൂട്ടുകാരെ. UK വരുന്ന 99% ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സേവിങ്സ് അല്ല, എങ്ങനെയെങ്കിലും PR ഒപ്പിക്കുക. അതിപ്പോൾ സ്റ്റുഡൻസ് ആയാലും ഡിഫൻസ് ആയാലും ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ആഗ്രഹം തന്നെ ആയിരിക്കും. അപ്പോൾ PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, UK സിറ്റിസൺസിന് കിട്ടുന്ന അതേ ആനുകൂല്യം നമുക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിക്ക് പോകാൻ പറ്റും. കൂടാതെ പലർക്കും പേടിയാണ്, ഇവിടെ വീട് മേടിച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് PR കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും വീടുകൾക്കൊക്കെ. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു 50,000 പേർക്ക് മുകളിൽ ഒരു പെറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് 2 വർഷം കൊണ്ട് PR ലഭിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ റിക്വസ്റ്റ്. എന്തായാലും ജൂൺ 10 അത് UK പാർലമെന്റിൽ ഒരു കൺസേൺ പോലെ ഒരു ഡിബേറ്റ് പോലെ എടുക്കുന്നുണ്ട്. ആ ഡിബേറ്റിൽ നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ UK പുതിയൊരു ലോ ആയിട്ട് അത് വരികയായിരിക്കും. അങ്ങനെ ഒരു ലോ വന്നാലും ഇല്ലെങ്കിലും പലരും ഇങ്ങനെ ഒരു കൺസേൺ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ആരും സൈൻ ചെയ്യില്ല, അവരെല്ലാം മടിക്കുകയാണ്. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും അവർ പറയും ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് അവരങ്ങ് വെറുതെ വിട്ട് കളയും. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. പലരുടെ മുൻപിലും നമ്മളിങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട്